പാമ്പാട, തളയൻ, റിബൺ ഫിഷ് അങ്ങനെ പല പേരാണ് പല നാട്ടിലും. എഞ്ചിൻപെട്ടിയുടെ മുകളിലും അതുപോലെ ബോട്ടിന്റെ അണിയത്ത് തണല് പിടിച്ചിങ്ങനെ കിടന്നുറങ്ങാനും നല്ല രസമുണ്ടാകും. ഉച്ച സമയത്ത് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടട്ടാ. ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ഊണിനെടുത്തേക്കാണ് തളയനാണ്ട. ആ ദൗത്യം ഏറ്റെടുത്തേക്കാണ് കുഞ്ഞച്ചൻ ചേർന്ന്. ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ടതിന് ശേഷം കയ്യിലൊക്കെ ഇട്ട് കറക്കേണ്ട ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നേരെ നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ചധികം മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, വാളംപുളി വെള്ളവും കൂടി ഒഴിച്ച് ആ മസാലയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ വെട്ടി കഷ്ണങ്ങളാക്കി വെച്ചേക്കണം നല്ല നെയ്യുള്ള തളയൻ്റെ പീസുകൾ എണ്ണം പറഞ്ഞ് നേരെ ആ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടാ. നേരെ എടുത്ത് ബോട്ടിന്റെ സൈഡിലേക്ക് വെച്ച് എല്ലാവർക്കും ഒരേ രീതിയിൽ ചോറും വിളമ്പി എല്ലാവർക്കും ഒരേ രീതിയിൽ കറിയും വിളമ്പി കഴിഞ്ഞാൽ മീൻകറിയും ചോറും റെഡി ആയിട്ടാ. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം.